നമസ്കാരം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ആശയം വളരെ സക്സസ്ഫുള്ളായി പ്രാവർത്തികമാക്കിയ കുറച്ച് യങ്സ്റ്റേഴ്സിനെയാണ് ഇന്ന് ഔട്ട് ഓഫ് ദി ബോക്സിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. എല്ലാവർക്കും ഔട്ട് ഓഫ് ദി ബോക്സിലേക്ക് സ്വാഗതം. സമാന സ്വഭാവമുള്ള രണ്ട് സ്റ്റാർട്ടപ്പ് വെഞ്ചേഴ്സാണ് ഇന്ന് ഔട്ട് ഓഫ് ദി ബോക്സ് ഫീച്ചർ ചെയ്യുന്നത്. അതിലാദ്യം റെസ്റ്റ്.യു എന്ന ഡെലിവറി സർവീസ്. തിരുവനന്തപുരത്താണ് ഇത് പ്രവർത്തിക്കുന്നത്. ബിസിനസ് ഗ്രാജുവേറ്റായ രാജ് എന്ന യങ്സ്റ്ററാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. തുടങ്ങി വളരെ കുറച്ച് കാലത്തിനകം തന്നെ റെസ്റ്റ്.യു നഗരവാസികൾക്കിടയിൽ പോപ്പുലറായി കഴിഞ്ഞിരിക്കുന്നു. ബേസിക്കലി റെസ്റ്റ്.യു എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ സിറ്റിക്കകത്ത് ഉള്ള ഏത് കടയിൽ നിന്ന് അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിൽ നിന്ന് ഒരു കസ്റ്റമർ ഒരു കാര്യം ആവശ്യപ്പെട്ടാലും നമ്മൾ ആ ലൊക്കേഷനിൽ നിന്ന് ആ സാധനം പിക്കപ്പ് ചെയ്ത് കസ്റ്റമറിന് കൊണ്ടുപോയി ഡെലിവറി ചെയ്യുന്നു. അതാണ് നമ്മുടെ ബേസിക് സർവീസ്. ഇപ്പോൾ റെസ്റ്റ്.യു എന്താണ് ഡെലിവറി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയ പേസ്ട്രി മുതൽ ഇപ്പോൾ ഒരു വലിയ വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ വരെ ഒരു കസ്റ്റമർ നമുക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ സാധനം അവിടുന്ന് പിക്കപ്പ് ചെയ്യുന്നു, കസ്റ്റമറിന് കൊണ്ടുപോയി ഡെലിവറി ചെയ്യുന്നു. അപ്പോൾ ഞാൻ കൊച്ചായിരുന്നപ്പോൾ തൊട്ട് എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ 12th വരെ ട്രിവാൻഡ്രത്തായിരുന്നു പഠിച്ചിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചിലേഴ്സ് ഇൻ ബിസിനസ് സ്റ്റഡീസ് എന്ന ഡിഗ്രി ചെയ്തു. അത് കഴിഞ്ഞ് കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പ്ലേസ്ഡായി. പക്ഷേ ഞാൻ ആ ജോലിയെല്ലാം വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു റെസ്റ്റ്.യു എന്ന് പറയുന്ന സംരംഭം തുടങ്ങിയത്. ഇപ്പം ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്തും വെക്കേഷന് വരുന്ന സമയത്തും ഒക്കെ എൻ്റെ അമ്മ എപ്പോഴും എന്നെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു വിടുമായിരുന്നു. ഇപ്പോൾ പോയി അത് മേടിച്ചുകൊണ്ട് പോവാ, അല്ലെങ്കിൽ ഇന്നടത്ത് ഇന്ന സാധനം ഇരിപ്പുണ്ടോ, അല്ലെങ്കിൽ പോയി ബില്ലെടുത്തുകൊണ്ട് പോവാ, അടച്ചിട്ട് പോവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ആവശ്യങ്ങൾക്കായിട്ട് വിടുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു, ഇപ്പോൾ ആർക്കെങ്കിലും ഈ പണി നമുക്കങ്ങ് ഏൽപ്പിച്ച് കൊടുക്കാമായിരുന്നെങ്കിൽ അത് കൊള്ളായിരുന്നു, എന്തെങ്കിലും 10 പൈസ കൊടുക്കുവാന്നേലും സാരമില്ലാന്ന്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്, എന്തുകൊണ്ട് ഞാൻ തന്നെ ഈ പരിപാടി ചെയ്തുവിടാം, എത്രത്തോളം ആളുകൾക്ക് ഈ ഒരു ഐഡിയ കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊരു മാർക്കറ്റ് സർവേ നടത്തി നോക്കി. ഡിഗ്രി കഴിഞ്ഞ് വന്ന സമയത്ത് മാർക്കറ്റ് സർവേ നടത്തി നോക്കിയപ്പോഴത്തേക്ക് ഒരു 85% ആളുകളോളം പറഞ്ഞു ഇതുപോലൊരു സർവീസ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നേനെ. എനിക്ക് ഓഫീസിൽ നിന്ന് വന്നിട്ട് ഇന്ന ഷോപ്പിങ്ങിന് പോകാൻ സമയമില്ല, അല്ലെങ്കിൽ ബില്ലടയ്ക്കാൻ സമയമില്ല. അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടാണ് നമ്മൾ റെസ്റ്റ്.യു ഒരു ട്രയൽ റണ്ണിൽ തുടങ്ങി. ഇപ്പോൾ ട്രയൽ റണ്ണിൽ നമ്മളൊരു 1 month നടത്തിയപ്പോൾ തന്നെ സംഭവം നല്ല റെസ്പോൺസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇത് തന്നെ ഒരു ഫോർമലായിട്ടും പ്രൊഫഷണലായിട്ടും ഒരു കരിയർ രീതിയിലെടുക്കാമെന്ന്. അങ്ങനെയാണ് റെസ്റ്റ്.യു തുടങ്ങുന്നതും ഇതുവരെ എത്തിയത്. റെസ്റ്റ്.യുവിൻ്റെ സേവനം ഏറ്റവും അധികം ആവശ്യപ്പെടുന്നത് നഗരത്തിലെ സീനിയർ സിറ്റിസൺസ് ആണ്. ഒരു അസിസ്റ്റൻറ്റിൻ്റെ സഹായത്തോടു കൂടി മാത്രം ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ യങ്സ്റ്റേഴ്സിനെ വിശ്വസിച്ച് ഏൽപ്പിക്കാമെന്നത് നഗരത്തിലെ ഏകാന്തരായ വൃദ്ധർക്ക് ഒരു വലിയ ആശ്വാസമാണ്. ബാങ്കിലെ പണമിടപാട് മുതൽ മരുന്ന് വാങ്ങുന്നതുവരെ ഏത് കാര്യങ്ങൾക്കും ഏത് നേരത്തും ഈ യങ്സ്റ്റേഴ്സ് അവൈലബിൾ ആണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് റെസ്റ്റ്.യുവിൻ്റെ വിശ്വാസ്യത കൂടിയാണ്. റെസ്റ്റ്.യുവിൽ വരുന്ന കോൾസിൽ പല ഏജ് ഗ്രൂപ്പിലുള്ള കസ്റ്റമേഴ്സും ഉണ്ട്. അതിൽ പക്ഷേ നമ്മളൊരു ജനറൽ ട്രെൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 50% നമ്മളെ വിളിക്കുന്ന കസ്റ്റമേഴ്സും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള സീനിയർ സിറ്റിസൺസ് ആണ്. അപ്പം അവർ വിളിക്കുന്നത് എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയപ്പോഴാണ് അവർക്ക് ഈ ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, സിറ്റിയിൽ ഭയങ്കര ട്രാഫിക് സിറ്റുവേഷൻസ്, വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പം നമുക്ക് പോകാൻ ആവശ്യമുള്ളൊരു കടയിലാണെങ്കിൽ നമ്മൾ പോയി ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് വണ്ടി ഇട്ടേച്ച് വേണം പിന്നെ നടന്നിങ്ങോട്ട് വരാൻ. അപ്പം അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മളെ വിളിക്കുന്നതിലൊരു 50%ഉം ഈ പ്രായമായുള്ളവരാണ്. അവരുടെ ആവശ്യങ്ങളും പലതാണ്. ഇപ്പം ഗ്രോസറി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ രാവിലെ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും ഫിഷോ മീറ്റോ എല്ലാം മേടിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽ പേയ്മെൻറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ 10,000-10,000 രൂപ തന്നിട്ട് ഇത് ബാങ്കിൽ കൊണ്ടുവന്ന് ഇടുവോ, അല്ലെങ്കിൽ ആ പൈസ ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് വരുമോ, അങ്ങനെ വരെ റിക്വസ്റ്റ് ആയിട്ട് നമ്മളെ കസ്റ്റമേഴ്സ് വിളിക്കാറുണ്ട്. അപ്പം അങ്ങനൊരു നമ്മുടെ സൊസൈറ്റിയിലെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ആളുകളെ സഹായിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞാൻ റെസ്റ്റ്.യുവിൽ ഉള്ള എനിക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യം. അപ്പം ഒബ്വിയസ്ലി അതൊരു ബിസിനസ് രീതിയിലാണ് കൊണ്ടുപോകുന്നതെങ്കിലും അതിൻ്റെ കൂടെ ഒരു ഗിവിങ് ബാക്ക് ടു ദ സൊസൈറ്റി എന്നുള്ള ഒരു രീതിയും കൂടെ ഇതിൽ വരുന്നത് ഒരു ജോയ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. രാജ് ഇങ്ങനെ ഒരു റെസ്റ്റ്.യു എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കൺസെപ്റ്റ് എന്നോട് പറയുകയുണ്ടായി. എനിക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് എൻ്റെ ഒരു മോട്ടിവേഷൻ അത് എന്നെ വളരെയധികം അട്രാക്റ്റ് ചെയ്തു. അപ്പോൾ ആ ടൈമിൽ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളെ പറ്റി ഞാൻ മനസ്സിലാക്കുകയും ഈ കമ്പനിയുടെ ഒരു ഭാഗമാകാൻ
കഴിയുകയും എനിക്ക് ചെയ്തു. റഷ്ടിയിൽ ഹോം ഡെലിവറി എന്നുള്ളത് ഒരു സെഗ്മെൻറ്റും പിന്നെ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന നമ്മൾ വിളിക്കുന്ന വേറെ ഒരു സെഗ്മെൻറ്റും ഉണ്ട്. അതിപ്പോൾ എന്തുവാണെന്ന് വെച്ചാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു മേശ ഇപ്പോൾ വീട്ടിൽ നിന്നെടുത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഈ കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ പോകുന്നു, എന്നിട്ട് അവിടെ കിടക്കുന്ന വണ്ടിക്കാരോട് നമ്മൾ സംസാരിക്കുന്നു. അപ്പോൾ അവർ തോന്നിയ ഒരു റേറ്റ് പറയുന്നു, എന്നിട്ട് ബാർഗെയിനിങ് ആയി. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെയുള്ള ബാർഗെയിനിങ്ങിന് ടൈമും ഇല്ല, അതിനവർക്ക് കളയാനുള്ള എഫേർട്ടും ഇല്ല. അപ്പം നമ്മൾ ആ ഒരു വാക്യൂം ഐഡൻറ്റിഫൈ ആയിട്ട് നമ്മൾ ഒരു ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കൊമേഴ്ഷ്യൽ ലോക്കൽ ലോജിസ്റ്റിക്സ് ആണ് നമ്മൾ വേറൊരു ഡിവിഷനായിട്ട് തുടങ്ങിയത്. അപ്പം നമ്മുടെ ഒരു കസ്റ്റമറിന് ഒരു സാധനം വീട്ടിൽ നിന്ന് എടുത്ത് ഓഫീസിൽ കൊണ്ടുപോകണം. ഫോർ എക്സാമ്പിൾ ഒരു 4 മേശയും ഒരു കസേരയും ഇത്രയും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുന്നു. അപ്പം നമ്മൾ ഇത്ര കിലോമീറ്റർ ആവും സർ, അല്ലെങ്കിൽ മാഡം അതിന് ഇത്ര കിലോമീറ്റർ റേറ്റ് ആണുള്ളത്, അതിന് നമ്മൾ ഈ ഡെലിവറി ചാർജസ് ഇത്രയാണ് വരുന്നത്. അപ്പം നമ്മൾ എല്ലാ ഡീറ്റെയിൽസ് സഹിതമുള്ള കാര്യങ്ങളും അവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ അവർ പ്രിഫർ ചെയ്യുന്ന ലാംഗ്വേജിൽ ഡീസൻ്റായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് ലൈനും കൂടാണ് റഷ്ടിയു ഇങ്ങനത്തെ ലോക്കൽ ബൾക്ക് ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷനിൽ. കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളാണ്. അപ്പം ആളുകളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുക, എന്താണ് റഷ്ടിയു എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. അപ്പോൾ ഹോം ഡെലിവറി എന്ന് ആദ്യം ആളുകൾ കേൾക്കുമ്പോഴത്തേക്ക് അവർ ഏത് റെസ്റ്റോറൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഏത് കടയുടെ ഹോം ഡെലിവറി ഞാൻ ചോദിക്കും. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഒരു കടയുടെ അല്ല, ഏത് കടയിൽ നിന്ന്. അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അപ്പോൾ ആൾക്കൊരു പുതിയ വണ്ടർ പോലെയാണ്, അത് കൊള്ളാമല്ലോ എന്നായിരുന്നു ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെ ഉള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ചാലഞ്ച്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഉദ്ദേശിക്കുന്ന കറക്റ്റ് സാധനങ്ങൾ മേടിച്ചു കൊടുക്കാൻ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ. പിന്നെ കസ്റ്റമേഴ്സ് നമ്മളൊരു ഡെലിവറി ചാർജ് ഡെലിവറിക്ക് നമ്മൾ ഇടുന്നു എന്ന് പറയുമ്പോൾ അതും ഒരു പുതിയ അവർക്ക് ഏലിയൻ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റായിരുന്നു. അപ്പോൾ അത് ശരിയാവുമോ, ചാർജ് തരണോ എന്നൊക്കെ ആൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സർവീസ് ഉപയോഗിച്ച് കഴിഞ്ഞും അതിൻ്റെ കൺവീനിയൻസ് നല്ലപോലെ ബോധ്യപ്പെട്ട് കഴിഞ്ഞും ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു പ്രശ്നവും ഇല്ലാതായി. റഷ്ടിയു തുടങ്ങിയ സമയത്ത് പലരുടെയും റെസ്പോൺസ് പലരായിരുന്നു, അതായത് എൻ്റെ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും ഒക്കെ. അപ്പോൾ അതിൽ 2 തരം ആളുകളായിരുന്നു. ആദ്യത്തെ ഒരു തരം ആളുകളെന്ന് വെച്ചാൽ നല്ല സപ്പോർട്ടീവായിരുന്നു. വീട്ടിൽ നിന്നൊക്കെ പേരൻസ് എന്ന് പറയുന്നത് നല്ല സപ്പോർട്ടീവായിരുന്നു. എന്തെങ്കിലും ഓൺട്രപ്രനറിയലായിട്ട് എന്തെങ്കിലും വ്യത്യാസമായിട്ട് എന്നുള്ള സപ്പോർട്ടായിരുന്നു. കുറേ ഫ്രണ്ട്സും കുറേ റിലേറ്റീവ്സും. പക്ഷേ എന്നാലും അതുപോലെ തന്നെ മറ്റേ സൈഡിൽ വേറെ കുറേ കൂട്ടരുണ്ടായിരുന്നു. ഇത് വേണോ, ഇത് നടക്കുമോ, നമ്മുടെ ട്രിവാൻഡ്രമാണ് സിറ്റി എന്നൊക്കെ പറയുന്ന കുറച്ച് കൂട്ടരും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അവർ പറയുന്നത് ഇതിലും സേഫർ ആയിട്ടുള്ള ഓപ്ഷനിൽ ഒരു ജോലിക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഇത്രയും റിസ്ക് എടുക്കണോ എന്നൊക്കെ, ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്ത് റിസ്ക് എടുക്കണോ എന്നൊക്കെ ചോദിക്കുന്നവരും ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പം ഓൺട്രപ്രനോറിയൽ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഇത് ആയിട്ട് ഫോർവേഡായിട്ട് പോകാമെന്ന് തന്നെയാണ് വിചാരിച്ചത്. അങ്ങനെ ഇപ്പോൾ തുടങ്ങി, ഇപ്പോൾ ഒരു നല്ല റെസ്പോൺസ് കിട്ടിയതിൽ സന്തോഷമുണ്ട്.